അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഡയറ്റ് പ്ലാൻ തുടങ്ങിയ കാര്യമാണ് കേട്ടോ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ കുറേ റെസിപ്പീസും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇന്ന് ഞാൻ ജിമ്മും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ഹാസിമിനെ നേരത്തെ തന്നെ റെഡിയാക്കി വിടുവാണ് കേട്ടോ. ഇന്ന് 1 മണി തുടങ്ങിയാണ്. ഹാസിമിന് ഒരു ഫാഷൻ ഷോയും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആൾക്കിന്ന് സമ്മർ ഡ്രസ്സാണ് കേട്ടോ വെയർ ചെയ്യേണ്ടത്. പക്ഷെ ആൾ തീരെ സമ്മതിക്കില്ല കേട്ടോ. ആൾ ഭയങ്കര സെലക്റ്റീവാണ്. ആൾ വിചാരിച്ച ഡ്രസ്സ് മാത്രമേ ഇടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ആൾ സ്യൂട്ടായിട്ട് വന്നേക്കുന്നത്. ബാക്കി എല്ലാ മക്കളും സമ്മർ ഡ്രസ്സാണ് വെയർ ചെയ്തേക്കുന്നത്. ആൾ മാത്രം സ്യൂട്ട് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ എത്തിയത്. ചൂടും കാര്യങ്ങളൊക്കെയാണ്, പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഡ്രസ്സ് തന്നെ ഇടിച്ച് ഞാൻ വിട്ടതാണ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ തിരിച്ചതേ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഡയറ്റ് ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ 2-3 ദിവസം എനിക്ക് നല്ല തലവേദനയായിരുന്നു കേട്ടോ. ഫുഡ് കൺട്രോൾ ചെയ്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ 2-3 ദിവസം എന്താണ് ഇങ്ങനെ പെയിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. രാത്രിയാകുമ്പോൾ തലവേദന എടുക്കും, മെഡിസിൻ എടുത്ത് കഴിക്കും. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് ഫുഡ് കൺട്രോൾ ആക്കുന്നതിൻ്റെ ആണെന്ന്. പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനത് ബാലൻസ്ഡ് ആയിട്ടാണ് ഓക്കെ ആയി. അപ്പോൾ നോർമൽ ഫുഡാണെങ്കിലും നമ്മളത് കഴിക്കേണ്ട രീതി, ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അതൊക്കെയാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കസിൻ മാങ്ങ കൂടുതലുള്ള സമയത്ത് അത് പറിച്ച് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയിട്ട് ഫ്രീസ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അതെടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. പുളിയുള്ള മാങ്ങയാണിത്. അപ്പോൾ നാട്ടിൽ നിന്ന് ചക്ക കൊണ്ടുവന്നിട്ട് ചക്കക്കൂരൊക്കെ ഞാൻ കുറച്ച് സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും മാങ്ങയും ചെമ്മീനും ഒക്കെ കൂടി തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് വെക്കുന്നത്. അപ്പോൾ പിള്ളേർ വരുന്ന സമയം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പകുതി പണി കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ കറിയുടെ ഫിനിഷിങ് പണിയിലാണ് കേട്ടോ. ഇപ്പോൾ ഫുഡ് കൺട്രോൾ ചെയ്തപ്പോൾ 2-3 കാര്യങ്ങളാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. നമ്മൾ ഒരുപാട് നേരം കിച്ചണിൽ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഉള്ള ഫുഡ് കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പഠിക്കും. പിന്നെ രണ്ടാമതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികളുള്ള വീട്ടിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് അതങ്ങോട്ട് ബാലൻസ് ആവില്ല കേട്ടോ. അവർക്ക് വേറെ ഭക്ഷണം, നമുക്ക് വേറെ ഭക്ഷണം തന്നെ വേണ്ട വരും. അപ്പോൾ ഡയറ്റ് ഉള്ളപ്പോൾ കുറച്ച് കാര്യങ്ങളിൽ പണി കൂടുതലായിട്ടും തോന്നാറുണ്ട്. ചില സമയത്ത് നമുക്ക് ഉച്ചയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് ഫ്രീയും തോന്നാറുണ്ട് കേട്ടോ. കാരണം ഒരു കറി കൊണ്ട് തന്നെ നമുക്ക് ചില സമയത്ത് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് എല്ലാം കുട്ടികൾക്ക് വേറെ ഉണ്ടാക്കണം, നമുക്ക് വേറെ ഉണ്ടാക്കണം എന്ന് വരുമ്പോൾ പണി കൂടുതലായിട്ടും തോന്നാറുണ്ട്. രാവിലെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസൊക്കെ ഫ്രൈ ചെയ്തത് കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് ലഞ്ചിൻ്റെ കൂടെ ഫ്രൈ ആയിട്ട് അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇടിച്ചക്ക ഉണ്ടായിരുന്നു. ഇതും എൻ്റെ കസിൻ ആ മാങ്ങയുടെ കൂടെ തന്നെ കൊടുത്തയച്ചതാണ്. ഇതും കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്തിട്ടാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയിട്ട് ഫ്രീസ് ചെയ്തിട്ടാണ് കൊടുത്തയച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് വെറുതെ ഉള്ളിയും മുളകും ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഫ്രീസറിൽ നിന്ന് കുറച്ച് നേരം മുമ്പേ തന്നെ പുറത്തേക്ക് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ഫ്രഷ് ആയിരിക്കും കേട്ടോ. നമുക്ക് ഗൾഫിലേക്കൊക്കെ കൊടുത്തു വിടണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. നാട്ടിൽ സീസൺ ആകുമ്പോൾ ഈ പറഞ്ഞോണം നമ്മുടെ വീട്ടിൽ മരം ഉണ്ടെങ്കിൽ മാങ്ങയാണെങ്കിലും ചക്കയാണെങ്കിലും ഇടിച്ചക്കയൊക്കെ ആണെങ്കിലും കുറച്ച് കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ബാധ്യതയാണ്. അപ്പോൾ പിന്നീട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഒന്ന് ആവി കയറ്റി ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും സീസൺ കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇത് 1 മാസം മുമ്പ് എനിക്ക് കൊടുത്തയച്ചതാണ് കേട്ടോ. പക്ഷേ ഇന്നലെ കട്ട് ചെയ്ത പോലെ തന്നെയായിരുന്നു. അത്രയ്ക്ക് ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആവി കയറ്റുന്നത് കൂടിപ്പോവുകയും ചെയ്യരുത്, കുറഞ്ഞു പോവുകയും ചെയ്യരുത്. അപ്പോൾ അതിനൊരു കണക്കുണ്ട് കേട്ടോ. ഒരൊറ്റ ആവി കയറണം. ഒരു 5-10 മിനിറ്റ് ആവിയിൽ വെച്ചതിന് ശേഷം എടുത്താൽ മതിയാവും. പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. ലഞ്ച് ബോക്സ് പാക്കിങ്ങിൻ്റെ പരിപാടികളിലാണ്. അപ്പോൾ ഞാൻ പല ടൈപ്പിലുള്ള നഗറ്റ്സുകളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ കാണാത്തൊരു നഗറ്റ്സാണ് കേട്ടോ. അത്രയ്ക്ക് വലിപ്പമുണ്ട്, നല്ല സൈസായിട്ടുള്ളൊരു നഗറ്റ്സാണ് കേട്ടോ. ഒരു ബോക്സിൽ 4-5 ഉണ്ടാവുള്ളൂ. അതിൽ നഗറ്റ്സ് എന്നല്ല പേര്, അതിൻ്റെ പേര് വേറെ എന്തോ ഒരു സംഭവം എന്നാണ് അതിൽ എഴുതിയേക്കുന്നത്. അപ്പോൾ അത് ഒരു ബർഗർ പാറ്റി പോലെ തന്നെ നമുക്ക് ഫില്ല് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത്യാവശ്യം നല്ലൊരു ഫില്ലിങ്ങുമാണ്. അപ്പോൾ അതും ബ്രെഡും ചീസൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ലഞ്ച് ബോക്സ്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചെറിയൊരു ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാഴ്ചത്തേക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാനും ഒക്കെ ആയിട്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വേണ്ട വരും.
കാരണം ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടാണെങ്കിലും ഫ്രിഡ്ജും അലമാരികളൊക്കെ തുറന്ന് വീട്ടിലുള്ള സ്നാക്സൊക്കെ കഴിച്ച് തീർക്കാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം തന്നെ സ്റ്റോക്ക് ചെയ്ത് വെക്കും കേട്ടോ സ്കൂളിലേക്കൊക്കെ കൊടുത്തയക്കാനായിട്ട്. അപ്പോൾ തലേദിവസത്തെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഫില്ല് ചെയ്തിട്ട് ഇപ്പോൾ കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ കോൾഡ് കോഫി ഉണ്ടായിരുന്നു. പിന്നെ സ്നാക്സിന് മാങ്ങ ഉണ്ടായിരുന്നു, അതേപോലെ ചോക്ലേറ്റിൻ്റെ കേക്ക് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ടാണ് കേട്ടോ സ്നാക്സ് ബ്രേക്കിന് കൊടുക്കുന്നത്. ബട്ടറിൽ നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു നഗറ്റ്സ് ഒരു പീസ് മതി കേട്ടോ. അത്യാവശ്യം നല്ല ഫില്ലിംഗ് ആണ്. കുട്ടികൾക്ക് ഈ ഒരു പീസ് മാത്രം മതിയാവും. അത്രയും സൈസുള്ള നഗറ്റ്സ് ആണ് കേട്ടോ. ആദ്യത്തെ ഒരാഴ്ച എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഫുഡ് കൺട്രോൾ ചെയ്തതിൻ്റെ ഒരു പ്രശ്നം ആദ്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നല്ല തലവേദനയായിരുന്നു കേട്ടോ എപ്പോഴും. എന്താണ് തലവേദന എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് അത് ഓക്കെ വന്നത്. പിന്നെ ഫസ്റ്റത്തെ വീക്ക് നമുക്ക് നല്ല ബോഡി പെയിൻ ആയിരിക്കും. നമ്മൾ ആദ്യമായിട്ടാണ് വെയിറ്റ് ലിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അതും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ 3 വർഷമായിട്ടാണ് കേട്ടോ സൂംബ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ എൻ്റെ ഫ്രണ്ട്സും കമ്പനി കാര്യങ്ങളെല്ലാം മിസ്സായതിൻ്റെ ഒരു വിഷമം പിന്നെയും അതും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ആയിട്ടുള്ള ഭയങ്കര സ്ട്രെസ്സ് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് വീക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പിന്നീട് ഞാനത് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്ത് തുടങ്ങി. കാരണം എൻ്റെ ട്രെയിനർ എന്നെ അത്രയും നല്ല രീതിയിൽ തന്നെയായിരുന്നു കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്തത്. വർക്കൗട്ട് ചെയ്യാനും ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യാനും നമ്മളെങ്ങനെയാണ് ഫുഡ് കഴിക്കേണ്ടത് ആ ഒരു കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ട്രെയിനർ ആയതുകൊണ്ട് തന്നെ ഞാൻ ജിമ്മ് ഓക്കെ ആയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും ചോദിച്ചിട്ടുണ്ടായിരുന്നു സൂംബയാണോ ജിമ്മാണോ നല്ലത്, എൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന്. അപ്പം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്യുന്നത് തന്നെ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും ഓരോ സ്ഥലത്ത് പിടിച്ചു വെക്കുന്നത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെയും നമ്മുടെ ആ ഒരു കമ്പനിയുടെയും നമ്മൾ പോയിക്കൊണ്ടിരുന്ന റൂട്ടിൽ നിന്ന് മാറാനുള്ള ഒരു ബുദ്ധിമുട്ടിൻ്റെയൊക്കെ പേരിലാണ്. പക്ഷെ ഇതിൻ്റെ കാര്യത്തിൽ, ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഒന്നും നോക്കരുതെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ പോകുന്ന സ്ഥലം എന്താണോ ഏതാണോ അവിടെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മളവിടെ ആ ഒരു അറ്റ്മോസ്ഫിയർ പോസിറ്റീവായിട്ട് നമ്മളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ തന്നെ സ്വയം ഹാപ്പിനെസ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ പോയി ഞാൻ അവിടുന്ന് ആ ഒരു ട്രെയിനറായിട്ട് സെറ്റായി. പിന്നെ നമ്മുടെ വർക്കൗട്ട്, നമ്മുടെ ഹെൽത്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മൈൻഡ് സെറ്റാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ആയി എന്നുള്ളതാണ്. 30 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയാമല്ലോ, നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യുക, അതേപോലെ നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കുക. അപ്പോൾ സൂംബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡാൻസാണ് കൂടുതലും. നമ്മുടെ ബോഡി അനങ്ങുന്നില്ല എന്നല്ല പറയുന്നത്, പക്ഷേ വെയിറ്റ് ലിഫ്റ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എല്ലാവരും പറയുന്നൊരു അഭിപ്രായം. എനിക്കതിൽ രണ്ടും ചെയ്തതിൽ ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല ചേഞ്ച് ഉണ്ട്. ഞാൻ സൂംബ ചെയ്ത സമയത്ത് ഡയറ്റ് നന്നായിട്ട് നോക്കിയ സമയത്ത് ഞാൻ നന്നായിട്ട് തന്നെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. നമ്മൾ എക്സസൈസ് മാത്രം ചെയ്തതുകൊണ്ടായില്ല, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡയറ്റും കൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ബോഡിയുടെ ഒരു സ്വഭാവം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയുന്നൊരു കൂട്ടത്തിലാണ്. പിന്നെ ഞാൻ അത്ര പെട്ടെന്നൊന്നും വെയിറ്റ് കൂടാത്ത ഒരു ശരീരപ്രകൃതിയാണ് കേട്ടോ. അതെനിക്കൊരു അനുഗ്രഹമാണ്. ചിലപ്പോൾ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഇങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. എന്നിരുന്നാലും എനിക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നീട് ആദ്യത്തെ 1 വർഷം ഞാൻ നല്ലോണം ഡയറ്റ് ശ്രദ്ധിച്ചിരുന്നു. പിന്നെ സൂംബ മാത്രമായി വെറുതെ കളിക്കാൻ പോവുക, എൻജോയ് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ കൂടെ ഡാൻസ് കളിക്കുക, അത് മാത്രമായി കഴിഞ്ഞപ്പോൾ ബോഡിയൊന്നും തീരെ ഫിറ്റ് ആവാതെ വന്നു. അതുകൊണ്ട് സൂംബ ഒരിക്കലും ഓക്കെ അല്ല എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ വെയിറ്റ് ലിഫ്റ്റിങ് നമ്മുടെ ബോഡി, നമ്മുടെ മസിലൊക്കെ സെറ്റായി വരാനും നമ്മുടെ ബോഡി ഷേപ്പായിട്ട് വരാനും നമ്മുടെ ഹെൽത്തിന് കുറച്ചും കൂടി നല്ലത് ഈ ഒരു ജിമ്മ് തന്നെയാണെന്നാണ് എൻ്റെ ഹസ്ബൻഡൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ പറയുന്നത്. എനിക്കതിൽ കൂടുതലായിട്ടൊന്നും പറയാനറിയില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ കുട്ടികളെയൊക്കെ നോക്കുന്ന അമ്മമാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മെൻ്റൽ സ്റ്റെബിലിറ്റിയാണ് കേട്ടോ ഏറ്റവും വലിയ കാര്യം. അപ്പം നമ്മുടെ മനസ്സിന് എന്താണോ ഹാപ്പിനെസ് അവിടെ നമ്മൾ സെറ്റാവുക എന്നുള്ളതാണ്. അതിപ്പോൾ ജിമ്മാണെങ്കിലും സൂംബ ആണെങ്കിലും. അങ്ങനെ കഥ പറഞ്ഞ് മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് പോകട്ടെ. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് നിർബന്ധമായിട്ട് കഴിച്ചിട്ടുണ്ടാവണം. ഒന്നെങ്കിൽ ഓട്സ് അല്ലെങ്കിൽ പഴം, അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. നമുക്ക് ചെയ്യാനുള്ള എനർജി അല്ലെങ്കിൽ ഉണ്ടാവില്ല.
എന്നിട്ട് പോയിട്ട് വന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ ഇക്ക എന്തായാലും പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രോൺസ് ഫ്രൈ ചെയ്തതും ബസ്മതി റൈസും ബ്രൊക്കോളിയൊക്കെ ആയിട്ട് അങ്ങനെ ഇക്ക ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഓട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കുടിച്ചിട്ടാണ് കേട്ടോ ഞാൻ പോയത്. ബാക്കിയുള്ളതിലേക്ക് കുറച്ച് ബ്ലൂബെറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും എഗ് ബുൾസൈ ഒക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് പ്രത്യേകിച്ച് കറികളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ തലേദിവസം കറി ഉണ്ടാക്കിയത് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ ഒരു ഗുണം ഇതാണ് കേട്ടോ, കറി ഇഷ്ടം പോലെ എന്തായാലും ബാക്കി വരും. കാരണം രാത്രി നമ്മൾ സാലഡോ ചിക്കൻ ഫ്രൈ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അതും തലേദിവസത്തെ കറികളും തൈരും ഒക്കെ ആയിട്ടാണ് ലഞ്ച് കഴിച്ചത്. മക്കൾക്കിപ്പോൾ എക്സാം നടക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ മഗ്‌രിബിന് ശേഷം ഞാൻ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നതാണ്. ലെറ്റ്യൂസും ആപ്പിളും കുക്കുംബറൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കണം. കൂടെ ഹാറൂനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പുറത്ത്. അപ്പോൾ ഓരോന്നൊക്കെ ആയിട്ട് ആൾ ഇടയ്ക്കിടയ്ക്ക് കിച്ചണിലേക്ക് വരുന്നുണ്ട്, ഓരോന്നൊക്കെ ആയിട്ട് ചോദിച്ചിട്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ടാബും കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ 2 പണി മറ്റേ ടൈം നടക്കുമല്ലോ. അപ്പോൾ ചിക്കൻ ഞാൻ കുറച്ച് കറി വെച്ച് വെക്കാമെന്നായിട്ട് വിചാരിച്ചത്. ചിക്കൻ മുളകിടിച്ചതുണ്ടല്ലോ, പെട്ടെന്ന് പണി കഴിയുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചില്ലി ചിക്കൻ്റെ അളവിൽ ചിക്കൻ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വാങ്ങിയത്, ചെറിയ പീസായിട്ട്. അപ്പോൾ അത് കുട്ടികൾക്ക് രാവിലെയും സ്കൂളിലേക്ക് അത് തന്നെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ തലേ ദിവസത്തെ കറികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രി സാലഡും പിന്നെ റൈസ് വേവിച്ചത് ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ചിക്കൻ കറിയും കൂടിയാണ് കേട്ടോ പ്ലാൻ ചെയ്യണം. അപ്പോൾ രാവിലെ നമുക്കൊരു സമാധാനം ഉണ്ടാവും. അപ്പോൾ സാലഡിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിളും ഫ്രൂട്ട്സും എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ബൗളിലേക്ക് ആക്കുകയാണ്. കൂടെ ഹാറൂനോട് ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒരു ദിവസത്തിലെ ഏറ്റവും ഹെക്റ്റിക് ആയിട്ടുള്ള സമയം പ്രയർ ടൈം കഴിഞ്ഞിട്ടുള്ളൊരു നേരമാണ് കേട്ടോ. മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഒരുപാട് സമയവുമില്ല. ഇപ്പോൾ പകൽ ഒരുപാട് കൂടുതലാണ്. 7 മണിക്കൊക്കെയാണ് മഗ്‌രിബ് ബാങ്കൊക്കെ കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി വളരെ കുറച്ച് സമയമുള്ളൂ. അതിൻ്റെ ഇടയിൽ കുട്ടികളുടെ പഠിക്കുന്ന കാര്യം, രാവിലത്തേക്കുള്ള ഫുഡ് കാര്യങ്ങൾ, പ്രെയർ, ഫുഡ് കൊടുക്കുക, മക്കളെ നേരത്തെ കിടത്തുക. അമ്മമാരെ സംബന്ധിച്ച് പണികൾ ഒരിക്കലും തീരുന്നില്ല അല്ലേ, ഒന്നിന് പുറകെ ഒന്നായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഹാസിമിനെ പ്ലേ സ്കൂളിലേക്ക് ആക്കുന്നതും തിരിച്ചു കൊണ്ടുവന്നതും പിന്നെ ഹംദാനെ ഹാറൂനെ ഏൽപ്പിച്ചേക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സമാധാനം ഉണ്ട് കേട്ടോ. ഒരാൾ ആക്കുകയും ചെയ്യും, ഒരാൾ തിരിച്ച് വിളിക്കുകയും ചെയ്യും. ഞാൻ ഈവനിങ്ങിലാണ് അവനെ ആക്കാറ്. ഒരു 7:30-8 മണി സമയത്തായിരിക്കും കേട്ടോ തിരിച്ച് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് പിള്ളേരെ പഠിപ്പിക്കാനിരുത്താനും ഒക്കെ ഇതിനൊരു ആശ്വാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ മുളകിടിച്ചതിന് ആദ്യം ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്യാണ് ചെയ്യേണ്ടത്. പക്ഷെ ഞാനത് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ചിക്കൻ വെറുതെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ലെമൺ ജ്യൂസും കുരുമുളക് പൊടിയും എല്ലാം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് വേണം സവാളയും ചെറിയുള്ളിയും ചതമുളകൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ചിക്കൻ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണമെന്നുള്ളത്. എന്നാലും കുഴപ്പമില്ല. പക്ഷെ കളറ് നമ്മൾ വിചാരിച്ച കളറ് കിട്ടില്ല കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്തെടുത്താലാണ് ആ ഒരു പെപ്പറിൻ്റെയൊക്കെ ഒരു ബ്ലാക്ക് കളറായിട്ട് കിട്ടുള്ളൂ. എന്നാലും ഇപ്പോൾ ഡയറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ കളറോ ടേസ്റ്റോ ഒന്നും വലിയ കാര്യമായിട്ട് നോക്കാറില്ല. ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ. പക്ഷേ ചിക്കൻ മുളകിടിച്ചത് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ ജിമ്മിൽ പോണ സമയം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇക്ക പോയി വന്ന ഉടനെയാണ് കേട്ടോ ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി, അതായത് സ്വീറ്റ് പൊട്ടറ്റോയും എഗ്ഗും കൂടിയിട്ടുള്ളൊരു ഓംലെറ്റ് ഉണ്ടാക്കാമെന്നുള്ള പരിപാടിയാണ്. അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ ഓൾറെഡി നമ്മുടെ വെജ് സ്റ്റീമറിൽ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ എഗ്ഗ് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ ബീറ്റർ വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്യണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ രാവിലെ കുറച്ച് ഓട്സ് ഉണ്ടാക്കി വെക്കും കേട്ടോ. കാരണം ഹാസിമിനും ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിയുമ്പോൾ തന്നെ അവനും എന്തെങ്കിലും ഫുഡും കാര്യങ്ങളും വേണം. അപ്പോൾ ഓട്സ് ആണെങ്കിലും അവൻ കുടിച്ചോളും. ഇക്ക ജിമ്മിൽ നിന്ന് വന്ന ഉടനെ ആണെങ്കിലും കുറച്ച് ഓട്സ് കഴിച്ചോളും. പിന്നെയും ആൾ കുറച്ചേരൊക്കെ ഇരുന്ന് ഫോണും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ പിന്നെയും ഒരു ഫൈനൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് കേട്ടോ ഇക്ക ഇറങ്ങാറ്. അപ്പോൾ എനിക്കും ഇക്കാക്കും കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സോർട്ടഡ് വെജീസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ടിൻഡായിട്ടുള്ള മഷ്റൂമാണ് കേട്ടോ വാങ്ങിയത്. നോർമൽ മഷ്റൂമിനേക്കാളും നല്ലൊരു ക്രഞ്ചി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മഷ്റൂം. ഞാൻ ഇതുവരെ ഈ ടിൻഡ് മഷ്റൂം ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവർ വാങ്ങിച്ച് നോക്കിക്കോട്ടോ. നമ്മൾ നോർമലായിട്ടുള്ള മഷ്റൂം വാങ്ങി കട്ട് ചെയ്ത് സോട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റും ഒരു ക്രഞ്ചിനെസ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ക്യാപ്സിക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കയ്യിലുള്ള വെജീസ് എന്താണോ അത് ജസ്റ്റ് ഒന്ന് ഒലിവ് ഓയിൽ ഒഴിക്കുക, സോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്.
പിന്നെ നമുക്ക് വേണമെങ്കിൽ മിക്സഡ് ഹെർബ്സ്, ഒറിഗാനോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. പിന്നെ ഫ്രോസൺ ആയിട്ടുള്ള വെജീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്, നാട്ടിലും കിട്ടാനുണ്ട്. അപ്പോൾ കുറച്ച് ഫ്രീസറിൽ കോൺ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ തൈമ്, റോസ്മേരി, ഒറിഗാനോ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ഒരു സംഭവം ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ഉപ്പും പെപ്പറും ഇട്ട് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് ഞാൻ എഗ്ഗ് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇക്കാക്കും കൂടി കൂടിയിട്ടാണ് ഒരു 4 മുട്ടയോളം എടുത്തിട്ടുണ്ട്. നല്ല ബീറ്ററിൽ നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോയും സ്റ്റീം ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതും മാറ്റി വെക്കുക. എന്നിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ അപ്പോഴത്തേനും എൻ്റെ പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തിരിച്ച് വന്നിട്ടാണ് കേട്ടോ ആക്കിയത്. ഇത് ഞാൻ കിച്ചൺ ടേൽസ് ബൈ നീതു എന്നുള്ള യൂട്യൂബ് ചാനലിൽ നിന്ന് കണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. ടേസ്റ്റ് വൈസ് പറയാനാണെങ്കിൽ വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ അറിയാമല്ലോ, സ്വീറ്റ് പൊട്ടറ്റോ ഭയങ്കര ഹൈ പ്രോട്ടീനാണ്. രാവിലെ പ്രത്യേകിച്ച് ലേഡീസിന് ഭയങ്കര സംഭവമാണ് കേട്ടോ. നമ്മുടെ ലൈഫിൽ ഡെയിലി മോർണിംഗിൽ ഉൾപ്പെടുത്തുന്നത് ഭയങ്കര നല്ലതാണ്. അപ്പോൾ അതും ഒരു അവക്കാഡോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഹണി ഒഴിച്ചതും പിന്നെ നമ്മുടെ സോർട്ടഡ് വെജീസ് ഒക്കെ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അത്യാവശ്യം റിച്ച് ആണ് കേട്ടോ സ്വീറ്റ് പൊട്ടറ്റോയും എഗ്ഗും. അപ്പോൾ ഒരു പീസ് കഴിച്ചാൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വയറ് ഫില്ലാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഡയറ്റ് വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ആ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റു വ്ലോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.